അറബിക്കടലിന്റെ തിരമാലകൾ തഴുകുന്ന തളങ്കരയുടെ തീരങ്ങളിൽ കാലപ്പഴക്കത്തിന്റെ ഗരിമയോടെ തലയുയർത്തി നിൽക്കുന്ന പുണ്യഭൂമിയുണ്ട്. മാലിക് ദിനാർ ജുമാ മസ്ജിദ്. ഭാരതത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാം എന്ന ദർശനം ശാന്തിയുടെയും വിനയത്തിന്റെയും പായ്ക്കപ്പലേറി വന്നതിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഈ ആരാധനാലയം. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും ഇഴചേർന്നു കിടക്കുന്ന ഈ പുണ്യഗേഹം കാസർഗോഡിന്റെ ഹൃദയമിടിപ്പായി നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 14 നൂറ്റാണ്ടുകൾ പിന്നിടുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ ചന്ദ്രഗിരിപ്പുഴ അറബിക്കടലിനോട് സംഗമിക്കുന്ന തളങ്കരയുടെ ശാന്തമായ തീരത്താണ് മാലിക് ദീനാർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ മണ്ണിലേക്ക് കണ്ണു നടുമ്പോൾ നാം കാണുന്നത് ഇന്നത്തെ കെട്ടിട സമുച്ചയമല്ല, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബ് മണ്ണിൽ നിന്നും പുറപ്പെട്ട ഒരു പായ്ക്കപ്പൽ തളങ്കരയുടെ തീരമടുക്കുന്ന ആ പഴയ കാലമാണ്. AD 7-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ 22-ൽ, 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്താണ് മാലിക് ഇബ്നു ദീനാറും സംഘവും കേരളത്തിലെത്തുന്നത്. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ എന്ന ഭരണാധികാരി അറേബ്യയിലേക്ക് നടത്തിയ യാത്രയും തുടർന്നുണ്ടായ മതപരിവർത്തനങ്ങളും കേരള ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങളാണ്. ആ ചരിത്രരേഖകളുടെ ബാക്കി പത്രം എന്നോണമാണ് മാലിക് ദീനാറും സംഘവും കേരള തീരത്ത് 10 പള്ളികൾ സ്ഥാപിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാസർകോട്ടെ ഈ പുണ്യഗേഹം. മാലിക് ഇബ്നു ദീനാർ വെറുമൊരു സഞ്ചാരിയായിരുന്നില്ല. പ്രവാചക അനുചാരന്മാരെ കണ്ടിട്ടുള്ള താബീയങ്ങളിൽപ്പെട്ട പണ്ഡിതനും സൂഫിവര്യനുമായിരുന്നു. പേർഷ്യൻ വംശജനായ അദ്ദേഹം ബസ്രിയിലാണ് ജീവിച്ചിരുന്നത്. സത്യസന്ധമായ കച്ചവടത്തിലൂടെയും സരളമായ ജീവിത രീതിയിലൂടെയുമാണ് അദ്ദേഹവും സംഘവും കേരളീയരുടെ മനസ്സ് കീഴടക്കിയത്. ചരിത്രരേഖകൾ പ്രകാരം കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ പള്ളി, അതായത് ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിച്ച ശേഷം മാലിക് ദീനാറും സംഘവും ഉത്തര മലബാറിലേക്കും ദക്ഷിണ കർണാടകത്തിലേക്കും യാത്ര തിരിച്ചു. അവർ 10 വെണ്ണക്കല്ലുകൾ അറേബ്യയിൽ നിന്നും കരുതിയിരുന്നു എന്നാണ് വിശ്വാസം. 10 പള്ളികളുടെയും ശിലാസ്ഥാപനത്തിന് ഈ കല്ലുകൾ ഉപയോഗിച്ചു. തളങ്കരയിലെ ഈ മണ്ണിൽ അവർ കാലുകുത്തുമ്പോൾ ഇവിടെ താമസിച്ചിരുന്ന പ്രാദേശിക ജനതയും ഭരണാധികാരികളും അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. അവർക്ക് മതപ്രബോധനത്തിനും പള്ളി നിർമ്മാണത്തിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി. വിജനമായ തീരത്ത് ആദ്യമായി ഉയർന്നത് ഒരു ഓലമേഞ്ഞ പള്ളിയായിരുന്നു. കാലക്രമത്തിൽ അത് കേരളീയ വാസ്തുവിദ്യയുടെ വിസ്മയമായി മാറി. മാലിക് ദീനാർ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ വാസ്തുവിദ്യ തന്നെയാണ്. പഴയ കേരളീയ ശൈലിയും ഇസ്ലാമിക സങ്കല്പങ്ങളും തമ്മിലുള്ള മനോഹരമായ ലയനം ഇവിടെ കാണാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കറുത്ത മരക്കാതലിൽ കൊത്തിയെടുത്ത ശില്പവേലകൾ ഇന്നും കേടുപാടുകളില്ലാതെ സംരക്ഷിക്കപ്പെടുന്നു. പള്ളിയുടെ അകത്തളങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് മരത്തിൽ തീർത്ത മനോഹരമായ കൊച്ചു പുഷ്പങ്ങളും വള്ളികളും ഇലകളുമാണ്. അറബിക് ലിപികളിൽ ഉള്ള കൊത്തുപണികൾ പള്ളിയുടെ ഗരിമ വർദ്ധിപ്പിക്കുന്നു. പള്ളിയുടെ പഴയ ഭാഗം ഇന്നും മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. കരിങ്കല്ലും മരവും ചെങ്കല്ലും ഉപയോഗിച്ചുള്ള ഈ നിർമ്മാണം കേരളത്തിലെ തനത് ദാരുശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ്. പള്ളിയിലെ പ്രസംഗപീഠവും വാതിലുകളും ജനലുകളും നൂറ്റാണ്ടുകളുടെ കഥ പറയുന്നവയാണ്. സമീപകാലത്ത് പുനരുദ്ധരിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ ആത്മീയവും ചരിത്രപരവുമായ തനിമ നിലനിർത്താൻ വിശ്വാസികൾ ശ്രദ്ധിച്ചു. ഇന്ന് 3 നിലകളിലായി 5000-ഓളം വിശ്വാസികൾക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. എങ്കിലും പഴയ പള്ളിയുടെ കേന്ദ്രഭാഗം ഒരു മാറ്റവും കൂടാതെ സംരക്ഷിച്ചിരിക്കുന്നത് കാണുമ്പോൾ വരും തലമുറയ്ക്കായി ചരിത്രം കരുതിവെക്കാനുള്ള താൽപ്പര്യം വ്യക്തമാണ്. പള്ളിവളപ്പിൽ സ്ഥിതി ചെയ്യുന്ന മക്ബറയാണ് തീർത്ഥാടകരെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. മാലിക് ഇബ്നു ദീനാറിന്റെ പിൻഗാമിയായ മാലിക് ഇബ്നു മുഹമ്മദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്.
മാലിക് ഇബ്നു ദീനാർ തളങ്കരയിൽ വെച്ചാണ് മരണപ്പെട്ടതെന്നും അതല്ല അദ്ദേഹം അറേബ്യയിലേക്ക് തിരിച്ചുപോയി അവിടെയാണ് അന്തരിച്ചതെന്നും വിഭിന്നമായ അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. എന്നാൽ ഭൂരിഭാഗം വിശ്വാസികളും തളങ്കരയിലെ ഈ മണ്ണ് അദ്ദേഹത്തിന്റെ സ്മരണകളാൽ പവിത്രമാണ് എന്ന് വിശ്വസിക്കുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ കടൽക്കാറ്റിന്റെ അകമ്പടിയോടെ മക്ബറയ്ക്ക് സമീപം ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ സുഖം വർണ്ണനാതീതമാണ്. മതഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നത്. മാലിക് ദീനാർ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഉറൂസ്. 3 വർഷത്തിലൊരിക്കൽ, ചില കാലങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ആഘോഷം കാസർഗോഡിന്റെ സാംസ്കാരിക ഭൂപടത്തിലെ വലിയൊരു സംഗമമാണ്. മാലിക് ദീനാർ കാസർഗോട്ട് എത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ചടങ്ങ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണങ്ങൾ, മതപരമായ ചടങ്ങുകൾ, ഭക്ഷണ വിതരണം എന്നിവ ഉറൂസിന്റെ ഭാഗമായി നടക്കുന്നു. തളങ്കരയിലെ വീടുകളിൽ ഈ സമയത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേരുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് വലിയൊരു മാതൃകയാണ്. മാലിക് ദീനാർ പള്ളി കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അത് വലിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. കാസർഗോഡിന്റെ ഭാഷയിലും ഭക്ഷണരീതിയിലും ജീവിതശൈലിയിലും അറബ് ബന്ധം കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പഴയകാല ബന്ധങ്ങൾ മൂലമാണ്. തളങ്കര തൊപ്പി മുതൽ പ്രാദേശികമായ പല കച്ചവട സംസ്കാരങ്ങൾക്കും ഈ പള്ളി കേന്ദ്രബിന്ദുവായി വർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ഈ പള്ളി വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മതപഠന കേന്ദ്രങ്ങളും ലൈബ്രറികളും ചരിത്രത്തെയും പൈതൃകത്തെയും വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വികാസത്തിൽ മാലിക് ദീനാറും സംഘവും നൽകിയ വിജ്ഞാനം ഇന്നും അണയാതെ നിലനിൽക്കുന്നു. തളങ്കരയിലെ പള്ളിക്ക് ചുറ്റുമുള്ള പ്രകൃതി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ചന്ദ്രഗിരി പുഴ കടലിൽ ചേരുന്ന അഴിമുഖത്തിന്റെ മനോഹരമായ കാഴ്ച പള്ളിക്ക് സമീപത്ത് നിന്ന് ആസ്വദിക്കാം. ഇവിടെ സന്ദർശകർക്കായി വിശ്രമ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേ പാളത്തിന് അപ്പുറവും ഇപ്പുറവുമായി പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. 1 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഏതൊരു യാത്രക്കാരനും തളങ്കരയുടെ ഈ പ്രതാപം ദൂരത്തു നിന്നേ ദർശിക്കാം. ഇന്നത്തെ കാലത്ത് വർഗീയതയും ഭിന്നതകളും ലോകത്തെ ഗ്രസിക്കുമ്പോൾ മാലിക് ദീനാർ പള്ളി ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം വളരെ വലുതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശി തൻ്റെ മതവുമായി ഇവിടേക്ക് വന്നപ്പോൾ അന്നത്തെ ഹൈന്ദവ ഭരണാധികാരികൾ നൽകിയ പിന്തുണയും സ്നേഹവുമാണ് ഈ പള്ളിയുടെ അടിത്തറ. ആ സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ഈ പള്ളിക്ക് പറയാനുള്ളത്. മലിനീകരിക്കപ്പെടാത്ത വിശ്വാസവും പരസ്പര ബഹുമാനവുമാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് ഈ ചരിത്ര സ്മാരകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാലിക് ദീനാർ പള്ളിയിലെ ഓരോ കല്ലും മരക്കഷ്ണവും ഒരു ചരിത്ര പുസ്തകമാണ്. അത് വായിച്ചെടുക്കാൻ വിശ്വാസിയാകണമെന്നില്ല, ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായാൽ മതി. കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു. തളങ്കരയുടെ തീരങ്ങളിൽ പഴയ പായ്ക്കപ്പലുകൾക്ക് പകരം അത്യാധുനിക ബോട്ടുകൾ വരുന്നു. മണ്ണിൽ പണിത വീടുകൾക്ക് പകരം ആഡംബര സൗധങ്ങൾ ഉയരുന്നു. എന്നാൽ മാലിക് ദീനാർ പള്ളിയുടെ ഉള്ളിലെ ആ കറുത്ത മരത്തൂണുകളിൽ തട്ടിവരുന്ന പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും ഇന്നും ആ പഴയ തീഷ്ണതയുണ്ട്. അതൊരു തുടർച്ചയാണ്. സത്യസന്ധതയുടെയും വിനയത്തിൻ്റെയും പൈതൃകം പേറുന്ന തുടർച്ച. നിങ്ങൾ ഒരു സഞ്ചാരിയാണെങ്കിൽ ഇവിടുത്തെ വാസ്തുവിദ്യ നിങ്ങളെ വിസ്മയിപ്പിക്കും. നിങ്ങളൊരു ചരിത്രകാരനാണ് എങ്കിൽ ഇവിടുത്തെ ലിഖിതങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കും. ഇനി നിങ്ങളൊരു വിശ്വാസിയാണ് എങ്കിൽ ഇവിടുത്തെ ശാന്തത നിങ്ങളെ ആത്മീയതയുടെ ഔന്നത്യങ്ങളിലെത്തിക്കും. കാസർഗോഡിന്റെ മണ്ണിൽ തളങ്കരയിലെ ഈ പുണ്യഗേഹം എന്നും ഒരു വിളക്കുമാടമായി നിലകൊള്ളും. വരും തലമുറകൾക്ക് വഴികാട്ടാൻ, മാനവികതയുടെ പാഠങ്ങൾ പകർന്നു നൽകാൻ.